ആ ഹൈ പിച്ച് ലോ പിച്ച് ഭയങ്കര പ്രശ്നമാണ് അല്ലേ നമുക്ക്. ചിലർക്ക് ഹൈ പിച്ച് കിട്ടില്ല, ചിലർക്ക് ലോ പിച്ച് കിട്ടുന്നില്ല. ഇങ്ങനെയുള്ള ഭയങ്കര പ്രശ്നങ്ങളാണ്. അപ്പം നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഹൈ പിച്ച് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ. അത് ഒരുപാട് പേര് കണ്ടിട്ടുണ്ട്, ഒരുപാട് പേര് അതിന് കമൻറ്റുകൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിനകത്തുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. അതിനകത്ത് നമ്മൾ ചില കാര്യങ്ങൾ പറഞ്ഞത് ഇപ്പോഴും ആളുകൾക്ക് അങ്ങോട്ട് പിടുത്തം കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നു. ചിലത് മനസ്സിലായിട്ടുണ്ട്, പക്ഷെ ചിലത് അങ്ങോട്ട് ക്ലിയർ ആയിട്ടില്ല. അപ്പം അത് ഞാനൊന്ന് ഒന്നുകൂടി അതൊന്ന് വിശദീകരിച്ച് പറഞ്ഞുതരാം. അതിൻ്റെ കൂടെ ഞാൻ ലോ പിച്ച് കൂടി എങ്ങനെയാണ് നിങ്ങൾക്ക് പാടി പ്രാക്ടീസ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് കൂടെ പറഞ്ഞു തരാം. എല്ലാവർക്കും നമസ്കാരം, ദീപ്ത സംഗീതത്തിലേക്ക് സ്വാഗതം. ഞാൻ ദീപ കിഷോർ. ഇപ്പം നമ്മൾ പാടിയത് ഹൈ പിച്ചോ ലോ പിച്ചോ അങ്ങനെ ഒന്നും ബേസ് ചെയ്തിട്ടല്ല. നമ്മൾ നോർമലായിട്ട് പാടിപ്പോവാണ് ചെയ്തത്. സ്വരസ്ഥാനങ്ങളെ നോർമലായിട്ട് പാടിപ്പോയി. ഇനി അത് ഹൈ പിച്ചിലേക്കും ലോ പിച്ചിലേക്കും ആക്കുകയാണ് വേണ്ടത്. അതിന് നമ്മൾ സ്വരസ്ഥാനങ്ങൾ പാടാതെ തന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ചില എക്സസൈസുകൾ ചെയ്തിട്ട് ഹൈ പിച്ചിലേക്ക് പോകുന്ന വിധം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വിധം നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്, മനസ്സിലാവാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഒന്നുകൂടി അത് വിശദീകരിച്ച് പറഞ്ഞു തരുന്നത്. നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നോക്കിയേ, ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ വായ്ക്കോട്ടിടുന്ന ഒരു സംഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് വായ്ക്കോട്ടിടുന്ന സമയത്ത് എങ്ങനെയാണ് നമുക്ക് ഹൈ പിച്ച് കിട്ടുക എന്നുള്ളത് ഒരുപാട് പേര് പിന്നെയും ചോദിക്കുന്നുണ്ട്. അപ്പോൾ വായ്ക്കോട്ടിടുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലേ, നിങ്ങളുടെ വോയിസ് എത്രത്തോളം ഹൈ ലെവലിലേക്ക് പോകുന്നുണ്ട് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അത് മനസ്സിലാവാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടെ കാണിച്ചു തരാം. അതായത് നമ്മൾ എന്ന് പറയാറുണ്ടല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ മുകളിലേക്ക് പോയ സമയം അവിടെ സസ്റ്റെയിൻ ചെയ്തിട്ട് അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് നോക്കണം. അതായത് കണ്ടോ. അപ്പോൾ നമ്മൾ ഹെഡ് വോയിസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അവിടെ. മനസ്സിലായോ? അങ്ങനെ നമുക്ക് 3 തരം വോയിസ് ഉണ്ട്. ഒന്ന് മിക്സ്ഡ് വോയിസ്, ഒന്ന് ചെസ്റ്റ് വോയിസ്, ഒന്ന് ഹെഡ് വോയിസ്. അങ്ങനെ 3 തരം ഉണ്ട്. അത് എന്താണെന്ന് പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്തത് എന്താണ്, ഹെഡ് വോയിസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ ശ്രദ്ധിച്ചേ. അതായത് നമ്മൾ താഴെ നിന്ന് മുകളിലേക്ക് നമ്മൾ വോയിസ് കൊണ്ടുപോകുമ്പം ആ മുകളിൽ എത്തുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, അവിടെ സസ്റ്റെയിൻ ചെയ്ത് അവിടെ പിടിക്കണം നമ്മൾ. അപ്പോഴാണ് നമ്മൾ ഹൈ പിച്ച്, എത്രത്തോളം നമുക്ക് ഹൈ ലെവലിലേക്ക് നമ്മൾ വോയിസ് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാവുക. ഓക്കെ, ഒന്നുകൂടെ കാണിച്ചു തരാം. അപ്പോൾ കണ്ടോ, അവിടെ നമ്മളെ വോയിസ് എത്തുന്നുണ്ട്. നമ്മൾ ആ ഒരു ലെവലിൽ പോയാൽ മാത്രമേ നമുക്ക് ആ ഒരു വോയിസ് ചിലപ്പോൾ കിട്ടുള്ളൂ. നമ്മൾ പെട്ടെന്ന് ഞാൻ നിങ്ങളോട് എന്ന് പാടാൻ പറഞ്ഞാൽ നിങ്ങൾക്കത് കിട്ടിക്കൊള്ളണമെന്നില്ല. മനസ്സിലായോ? അപ്പോൾ ഈ ഒരു ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് നിങ്ങൾ പരമാവധി ശ്രമിച്ചു നോക്കണം. അപ്പോൾ അതവിടെ സസ്റ്റെയിൻ ചെയ്ത് നിർത്തണം കേട്ടോ. അതായത് എന്ന് നമ്മൾ ഇടുമ്പോൾ എന്നിട്ട് താഴേക്ക് കൊണ്ടുവരിക. അപ്പോൾ നമ്മൾ അവിടെ എത്രത്തോളം മുകളിലെത്തി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് ഞാൻ പറഞ്ഞത്, കൂട്ടുവായിടുമ്പോൾ ഇങ്ങനെയൊരു കാര്യമുണ്ട്. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിച്ചാൽ ഹൈ നോട്ട് ഈസി ആയിട്ട് നിങ്ങൾക്ക് പാടാൻ കിട്ടും എന്ന് പറയുന്നത് അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊന്നുകൂടെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, എന്തായാലും അത് എഫക്റ്റീവാണ്. നിങ്ങൾക്ക് ഇതൊന്ന് ക്ഷമിച്ചിട്ട് നിങ്ങൾ പഠിക്കണം. കാരണം ഫസ്റ്റിൽ നിങ്ങൾക്ക് ആ ഒരു ടോണിലേക്ക് എത്താൻ ചിലപ്പോൾ ചെറിയ പ്രയാസം ഉണ്ടാവും. പക്ഷേ എന്നാലും നമ്മൾ നോർമലി നമ്മൾ വായ്ക്കോട്ട് ഇടുന്നതൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. അപ്പം നമുക്കറിയാൻ സാധിക്കും നമ്മളെ വോയിസ് എത്ര ഹൈ ലെവലിലേക്ക് പോകുന്നുണ്ട് എന്നുള്ളത്. അതൊന്ന്. ഇനി രണ്ടാമത്തത് ഞാൻ പറഞ്ഞിട്ടുള്ളത് എന്തായിരുന്നു, രണ്ടാമത് പറഞ്ഞിട്ടുള്ളത് വണ്ടി ഓടിക്കുന്നതായിരുന്നു പറഞ്ഞിട്ടുള്ളത്. അത് ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് ഒരുപാട് പേര് ചെയ്ത് അവരതിൻ്റെ റിസൾട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് പേർക്കത് നല്ല പോസിറ്റീവാണ് കിട്ടിയിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ട് ആ ഒരു എക്സസൈസ് ചെയ്തതുകൊണ്ട്. അപ്പം അത് ഒരുപാട് ആൾക്കാർ ചെയ്തതായിട്ട് എനിക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് സ്കിപ്പ് ചെയ്യാണ്. അത് നിങ്ങൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടാവും. ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ഇനി കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് പോയിട്ട് കണ്ടാൽ മതി കേട്ടോ. ഇനി മൂന്നാമത്തെ കാര്യം ഞാൻ പറയാം. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരാൾ നമ്മളെ വേദനയാക്കാണ്, നമ്മളെ ഒന്ന് നുള്ളുകയാണ്. നുള്ളുന്ന സമയത്ത് നമ്മൾ നോർമലായിട്ട് ആ എന്നാണോ പറയുക?
അല്ലല്ലോ, നമുക്ക് നല്ല വേദനയാവും അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് പറയും? ആ എന്ന് പറയും അല്ലേ? ആ നീ എന്നെ നുള്ളിയോ എന്ന് ചോദിക്കും. അപ്പം ആ ഒരു വോയിസ്, ആ ഒരു ടോണ് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയേ. ഞാനിപ്പം വേറൊരാളെ നുള്ളുമ്പോൾ അയാൾ പറയണം ആ ആ എന്തൊരു സുഖം എന്ന് പറയില്ലല്ലോ. ആ എന്തൊരു വേദനയാ എന്നല്ലേ പറയാ. അപ്പോൾ നമ്മൾ ടോണ് മാറിയില്ലേ? അപ്പോൾ ആ ആ കേട്ടോ, രണ്ടും രണ്ട് ടോണായിട്ട് വന്നിട്ടുണ്ട്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ നമുക്ക് വേദനയാവുന്ന സമയത്ത്, അതായത് നമ്മളെ ആരെങ്കിലും വേദനിപ്പിക്കുകയോ അല്ലെങ്കിൽ നമ്മളോട് ദേഷ്യം പിടിക്കുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഷൗട്ട് ചെയ്യും അല്ലേ? എന്താ ഇത് എന്ന് ചോദിക്കും. എന്താ ഇത് എന്ന് ചോദിക്കുമോ? അതും രണ്ടും രണ്ട് ടോണാണ്. മനസ്സിലായോ? എന്താ ഇത് എന്ന് ചോദിക്കില്ലല്ലോ. എന്താ ഇത് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ടോണ് മാറി അല്ലേ? അങ്ങനെയാണ് നമ്മൾ ഈ ടോണ് മാറുന്നത്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങളെ ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളെ ആരെങ്കിലും വേദനിപ്പിക്കുമ്പോൾ ഇനി ആരെയും പോയിട്ട് നുള്ളാനൊന്നും പോകണ്ട. നിങ്ങൾ അങ്ങനെ സങ്കല്പിച്ചാൽ മതി കേട്ടോ. ഇനി ടീച്ചർ പറഞ്ഞ് നുള്ളി വേദനയാക്കിയിട്ട് ഹൈപ്പിച്ച് പാടി നോക്കാൻ പറഞ്ഞു പറഞ്ഞിട്ട് നുള്ളാൻ പോകരുത്. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ അങ്ങനെ സങ്കല്പിക്കുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, സങ്കല്പിച്ചിട്ട് നിങ്ങൾ എങ്ങനെയാണോ അതിൻ്റെ ആ ഒരു റിസൾട്ട് എന്ന് നോക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് സങ്കല്പിച്ചിട്ട് പറയാം ആ ആ എന്ന് പറയും അല്ലേ? ആ എന്ന് പറയും. അപ്പോൾ ആ ഒരു ടോണൊക്കെ നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ കുറേയൊക്കെ നമുക്ക് ആ ഒരു ഹൈ പോർഷനിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, ഇതൊക്കെ നല്ല നല്ല ടെക്നിക്കാണ്. നിങ്ങൾക്കത് മനസ്സിലാവാഞ്ഞിട്ടാണ്. നിങ്ങളതൊന്ന് ചെയ്ത് നോക്കിയാലേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കുക. ഇനി അടുത്ത് പറയാം. ഇനി 3 തരം വോയിസ് ഞാൻ പറഞ്ഞു. ഒന്ന് ചെസ്റ്റ് വോയിസ്, ഒന്ന് മിക്സ്ഡ് വോയിസ്, ഒന്ന് ഹെഡ് വോയിസ് എന്ന് പറഞ്ഞു. അതായത് ചെസ്റ്റ് വോയിസ് എന്ന് പറയുന്നത് നമ്മൾ ലോ പിച്ചിൽ പാടുന്ന വോയിസ്. അതായത് നമ്മൾ സാ സാ ആ എന്ന് നമ്മൾ പാടുന്ന വോയിസാണ് ചെസ്റ്റ് വോയിസ്. അടുത്തത് മിക്സ്ഡ് വോയിസ്. മിക്സ്ഡ് വോയിസ് ഏതാണ്? മിഡിൽ വോയിസ് ആണ്. അതായത് പാ നമ്മൾ പാടാറുണ്ട് അല്ലേ? ഇപ്പം നമ്മൾ ചെസ്റ്റ് വോയിസ് പാടി ഏത് സാ എന്ന് പാടി, അത് ചെസ്റ്റ് വോയിസ്. ഇനി മിഡിലേക്ക് കയറുമ്പോൾ പാ ആ അതാണ് മിഡിൽ വോയിസ് വരുന്നത്, അതായത് മിക്സഡ് വോയിസ്. ഓക്കെ, അപ്പോൾ താഴെ നമ്മൾ പാടുന്നു ചെസ്റ്റ് വോയിസ് ആദ്യം പാടുന്നു ആ ആ മാറി അല്ലേ? അപ്പോൾ അത് മിഡിൽ വോയിസ് ആയി. ഇനി ഹെഡ് വോയിസിലേക്ക് കയറുകയാണ്. ആ സാ അതാണ് ഹെഡ് വോയിസ്. അപ്പോൾ നമ്മൾ ഹെഡിലേക്ക് നമ്മളത് ഫോക്കസ് ചെയ്യുന്നു ആ ഒരു വോയിസ്. ഓക്കെ, അപ്പം ഇങ്ങനെ 3 വോയിസാണ് നമ്മൾ ശ്രദ്ധിച്ച് പാടേണ്ടത്. ഈ ഒരു രീതിയിൽ പാടി പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി നോക്കണം കേട്ടോ. അതായത് ആ ആ ആ മനസ്സിലായോ? ഇങ്ങനെ 3 വോയിസ്. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഹെഡ് വോയിസ് ഉപയോഗിച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് മിക്കവാറും നന്നായിട്ട് പാടാൻ പറ്റുക. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ തുറന്ന് പാടുകയാണെന്നുണ്ടെങ്കിൽ അത് പെർഫെക്റ്റ് ആയിട്ട് പാടുകയാണെങ്കിൽ മാത്രമേ അത് പാടാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളത് പാടുന്നത് തെറ്റിപ്പോവും. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മളിപ്പം തുറന്ന് പാടുക എന്നുള്ളത് ചിലർക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല. എന്താണ് തുറന്ന് പാടുക എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ തുറന്ന് പാടുക എന്ന് പറയുന്നത് നമ്മൾ ഈ സംസാരിക്കുന്ന വോയിസ് ഉണ്ടല്ലോ, ആ വോയിസിൽ നമ്മൾ പാടുകയാണ്. അപ്പോൾ ഒരുപാട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് പാടുന്ന സമയത്ത് നല്ല ബുദ്ധിമുട്ടായിരിക്കും. അത് നിങ്ങൾ പാടുമ്പോഴാണ് നിങ്ങൾക്കത് മനസ്സിലാവുക. അതായത് ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സാരി ഗ മ ഇങ്ങനെ പാടുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര കേൾക്കുമ്പോൾ തന്നെ അത് ബുദ്ധിമുട്ടായിരിക്കും. അതേപോലെ തന്നെയാണ് നിങ്ങൾ പാടുമ്പോഴും. പക്ഷെ വളരെ ചുരുക്കം ആളുകളൊക്കെ നന്നായിട്ട് പാടി പോകുന്നുണ്ട്. നമ്മൾ ഈ സംസാരിക്കുന്ന വോയിസിൽ തന്നെ നന്നായിട്ട് പാടുന്ന ആളുകളുണ്ട്. പിന്നെ ഒരുപാട് സ്ട്രെയിൻ ചെയ്തിട്ട് നമ്മൾ പാടി പഠിക്കരുത് കേട്ടോ. അതായത് നമ്മളിപ്പം ഹെഡ് വോയിസ് ആണെങ്കിലും ഒരുപാട് സ്ട്രെയിൻ ചെയ്തിട്ട് ഒരുപാട് സമയം നമ്മൾ പാടരുത്. നമുക്ക് കുറഞ്ഞ സമയം നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ട് പിന്നെ സ്റ്റോപ്പ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് വീണ്ടും പാടി നോക്കുക. അങ്ങനെയാണ് പാടി നോക്കേണ്ടത്. നമ്മളിപ്പം ഒരു കാര്യം ചെയ്യുമ്പോൾ അതന്നെ ഇങ്ങനെ കുറേ സമയം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കും മടുപ്പ് വരും. നമ്മളെ വോയിസിന് അത് വല്ലാത്തൊരു ബുദ്ധിമുട്ടാവും. അവിടെ സ്ക്രാച്ച് വീഴും, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കുറഞ്ഞ സമയം ചെയ്ത് റെസ്റ്റ് എടുക്കുക, വീണ്ടും ചെയ്യുക. അങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ. ഇനി ഞാൻ പാടി തരുന്ന അതേ ടോണിൽ നിങ്ങൾ എൻ്റെ കൂടെ പാടി പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ,
സരി ഗ മ ഗ രി സ ആ 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 ഇത്രയും നിങ്ങൾ എല്ലാ ദിവസവും ഒന്ന് പാടി നോക്കണം. ഇത് ഒരുപാട് ഹൈ പോകുന്നില്ല, എന്നാലും നിങ്ങൾ ആ വോയിസ് ഒന്ന് കയറി കയറി വരാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രാക്ടീസാണ് കേട്ടോ. ഇനി നമ്മൾ അതിൻ്റെ ടോപ്പിൽ വോയിസിലേക്ക് പോവുകയാണ്. അതായത് നമ്മളൊരു സ്വരം പാടുകയാണ്. ഈ സ്വരം പാടിയതിന് ശേഷം നമ്മൾ ടോപ്പിലേക്ക് പോകുന്നുണ്ട്. ഈ ടോപ്പിൽ എത്തണമെങ്കിൽ നിങ്ങൾ ആദ്യം മറ്റേ പ്രാക്ടീസ് ചെയ്യണം. അതുകൊണ്ടാണ് അതാദ്യം പാടിയിട്ട് തന്നത് കേട്ടോ. അപ്പോൾ ആദ്യം ഇത് പ്രാക്ടീസ് ചെയ്തതിന് ശേഷമാണ് ഇത് പാടേണ്ടത്. ഓക്കെ, അതായത് സരി ഗ മ പ ധ നി സരി ഗ മ പ. ഓക്കെ, അവിടെ നിർത്തിക്കൊള്ളണം കേട്ടോ. പിന്നെ അവിടുന്ന് മേളിലോട്ട് പാടണമെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഇപ്പം എല്ലാം കൂടെ ഒരുമിച്ച് നമ്മൾ പ്രാക്ടീസ് ചെയ്യരുത് കേട്ടല്ലോ. ഞാൻ ആദ്യം പാടി തന്ന ഈ സ്വരസ്ഥാനങ്ങളൊക്കെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തതിന് ശേഷമാണ് നിങ്ങൾ ഈ സംഭവം പാടി നോക്കേണ്ടത്. ഈ സംഭവം പാടി നോക്കിയിട്ട് പാവന നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഓക്കെ, ശരിയായി. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ബാക്കിയുള്ള സ്വരങ്ങൾ മുകളിലേക്ക് പാടി നോക്കിയാൽ മതി. ഓക്കെ, അതായത് ഞാൻ ജസ്റ്റ് ഒന്ന് പാടിത്തരാം. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ മാത്രം അതിൻ്റെ കൂടെ ഹൈ പോവുക കേട്ടോ, ഇല്ലെങ്കിൽ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് കിട്ടും. കുറേ നിങ്ങൾ പ്രാക്ടീസ് കഴിയുമ്പോൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിലേക്ക് എത്തും. നിങ്ങൾ നന്നായി പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. മറ്റുള്ള സ്വരസ്ഥാനങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ട് ഈ ഒരു ലെവലിലേക്ക് എത്തണം. ഓക്കെ, ഇപ്പോൾ പാടി നോക്കാം. സരി ഗ മ പ ധ നി സരി ഗ മ പ ധ നി സ. ഇത്ര ടോപ്പിലെത്തി. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഏതാണ് ഉപയോഗിച്ചിട്ടിരിക്കുന്നത്, നമ്മളെ ഹെഡ് വോയിസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതായത് ആ ഒരു ലെവലിൽ എത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ എത്രത്തോളം നമ്മൾ ഹെഡ് വോയിസ് ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത്. ഓക്കെ, അപ്പം അത്രയും ടോപ്പിൽ നമ്മളെ വോയിസ് എത്തണമെങ്കിൽ നമ്മൾ അത്രയും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് വരണം. അത്രയും ടോപ്പിൽ എത്തിക്കഴിഞ്ഞാൽ ഒരുവിധം നമുക്ക് എല്ലാ ഹൈ പിച്ചും പാടാൻ പറ്റും. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ഒരു കാര്യം നന്നായിട്ട് ഫോളോ ചെയ്യുക കേട്ടോ. എല്ലാവർക്കും ഭയങ്കര പേടിയാണ്, ഹൈ പിച്ച് പാടാൻ കിട്ടുമോ, ലോ പിച്ച് പാടാൻ കിട്ടുമോ, ഇതേതാണ് പാടാൻ കിട്ടാത്തത്, എന്തുകൊണ്ടാണ് പാടാൻ കിട്ടാത്തത്, ഇങ്ങനെ ഭയങ്കര പ്രശ്നങ്ങളാണ്, പ്രഷറാണ് എല്ലാവർക്കും. ഇതൊന്നും നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഭയങ്കര സംഭവമായിട്ടുള്ള കാര്യമൊന്നുമല്ല. പക്ഷെ നമ്മൾ നന്നായി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാവുന്നതേ ഉള്ളൂ കേട്ടോ. ആദ്യം ഇതിന് നമ്മളൊരു മനസ്സ് വയ്ക്കണം. എന്തിന്? പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ആ പ്രാക്ടീസോട് കൂടി നമ്മൾ ഈ ഒരു ലെവലിലേക്ക് എത്തുകയാണ് ചെയ്യുക. ആദ്യമേ തന്നെ നമ്മളെല്ലാം കൂടെ പഠിക്കുകയാണെങ്കിൽ നമ്മൾ ഇതിന് മെനക്കെടണോ? വേണ്ടല്ലോ. നമ്മൾ അറിയാത്തവർ നിങ്ങളിങ്ങനെ പ്രാക്ടീസ് ചെയ്ത് നമ്മൾ ആ ഒരു ലെവലിലേക്ക് എത്തുകയാണ് ചെയ്യുക കേട്ടോ. അതുകൊണ്ട് നിങ്ങൾക്ക് പാടാൻ കിട്ടൂല, അല്ലെങ്കിൽ പേടിയാണ്, ഇതൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ മാറി നിൽക്കരുത്. മനസ്സിലായോ? ഇതൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മൾ പാട്ട് ക്ലാസ് പോയാലും ഒക്കെ നിങ്ങൾക്ക് കുറേ എക്സസൈസുകൾ ചെയ്യാനുണ്ടാവും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അവിടെയും പഠിക്കാനുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് പാട്ട് പഠിക്കുന്നവരും അല്ലാത്തവരും ഒക്കെ ഇത്
ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് മാറ്റം കാണാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഹൈ പിച്ചിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ. ഇനി നമ്മൾ ലോ പിച്ചിലേക്കാണ് കടക്കുന്നത്. അതായത് ഒരുപാട് പേര് ഇതേപോലെ ചോദിച്ചിട്ടുണ്ട്. എപ്പോഴും നമ്മൾ ഹൈ പിച്ചിനെ പറ്റിയാണ് എല്ലാവരും സംസാരിക്കുന്നത്. ഈ ലോ പിച്ച്, അതായത് നമ്മൾ വോയിസ് ബേസിലേക്ക് പോകുമ്പം ഒരുപാട് ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട്. അപ്പം അതെങ്ങനെയാണ് നമ്മൾ ബേസിലേക്ക് കൊണ്ടുപോവുക, സാവധാനം നമ്മളെ വോയിസ് നമ്മൾ ബേസിലേക്ക് കൊണ്ടുവരുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ശ്രദ്ധിച്ച് പഠിക്കണം കേട്ടോ. സ്വരസ്ഥാനങ്ങൾ നോക്കി ശ്രദ്ധിച്ച് എൻ്റെ കൂടെ പാടി തന്നെ പഠിക്കണേ. ഒരുപാട് സന്തോഷം, നിങ്ങളെല്ലാവരും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മളെ ചാനലിൽ നല്ല വ്യൂ കിട്ടുന്നുണ്ട്, നന്നായിട്ട് പോകുന്നുണ്ട്. ഒരുപാട് ക്ലാസ്സുകൾ ഞാനിപ്പം അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഓൺലൈൻ ക്ലാസ്സുകൾ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ ചാനൽ വീണ്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, എന്നാലേ നോട്ടിഫിക്കേഷൻസ് വരുള്ളൂ. അതായത് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അറിയാമല്ലോ, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണം. അതിൻ്റെ ശേഷം ഓൾ എന്നുള്ള ബട്ടൺ കൂടി നിങ്ങൾ പ്രസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എല്ലാ നോട്ടിഫിക്കേഷൻസും കിട്ടുള്ളൂ. അപ്പം നിങ്ങൾ ഈ എടുക്കുന്ന ക്ലാസ്സുകൾ മൊത്തം നിങ്ങളിലേക്ക് അപ്പോൾ തന്നെ എത്തും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആ കാര്യങ്ങൾ മറന്നു പോരുത് ചെയ്യാൻ വേണ്ടിയിട്ട്. ലൈക്ക് ചെയ്യാൻ മറന്നു പോരുത്. നമ്മളെ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. നമ്മളെ ക്ലാസ്സുകൾ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത സ്വരങ്ങൾ നോക്കാം. ഏത് നമ്മൾ ബേസിലേക്ക് എങ്ങനെ കൊണ്ടുവരുന്നു എന്നുള്ളത് നോക്കാം. ഓക്കെ, അതായത് മുകളിൽ നിന്ന് താഴേക്ക് നമ്മൾ വരികയാണ്. സാ നീ ധാ പ മ ഗ രി സാ എന്ന് പാടിയല്ലോ, അതേപോലെ വീണ്ടും പാടുന്നു. സാ നീ ധാ പ മ ഗ രി സാ നീ. ഓക്കെ, വീണ്ടും സാ കഴിഞ്ഞിട്ട് താഴത്തെ നീയിലേക്ക് വീണ്ടും പോവാണ്. ഒന്നുകൂടെ പാടിത്തരാം. സാ നീ ധാ പ മ ഗ രി സാ നീ. ഓക്കെ, ഇനി അടുത്തത് നോക്കൂ. സാ നീ ധാ പ മ ഗ രി സാ നീ ധാ. അടുത്തത് നോക്കൂ. സാ നീ ധാ പ മ ഗ രി സാ നീ ധാ പ. സാ നീ ധാ പ മ ഗ രി സാ നീ ധാ പ മ. ഓക്കെ, ഇങ്ങനെ നമ്മൾ വോയിസ് താഴേക്ക് കൊണ്ടുവരണം. ജസ്റ്റ് കുറച്ച് സ്വരങ്ങൾ ഞാൻ പറഞ്ഞുതരാം, പാടിത്തരാം. അതിലേക്ക് നിങ്ങൾ നിങ്ങളെ വോയിസ് എത്തിക്കാൻ വേണ്ടി നോക്കുക. ഓക്കെ, സാ, അതായത് നമ്മൾ തുടങ്ങുന്നത് സ്റ്റാർട്ടിങ് സാ തന്നെയാണത്. അതിൽ നിന്ന് പിന്നെ നമ്മൾ മുകളിലേക്കല്ല പോകുന്നത്, താഴേക്കാണ് പോകുന്നത്. ശ്രദ്ധിച്ച് പാടുക. സാ സാ നീ സാ നീ ധ സാ നീ ധ പ സാ നീ ധ പ മ. മയിലെത്തി. ഓക്കെ, സാ നീ ധ പ മ. ഓക്കെ, ഇത്രയും വരെ നിങ്ങൾ ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. അതായത് ഓരോ സ്വരങ്ങൾ പാടുമ്പോഴും ആ സ്വരത്തിൻ്റെ കൂടെ നിങ്ങൾ അകാരം വെച്ചിട്ട് പാടി നോക്കുക. ഞാൻ ഇവിടെ സ്വരം പാടുമ്പോൾ നിങ്ങൾ അതിൻ്റെ കൂടെ അകാരം ചേർത്തിട്ട് പാടി നോക്കാൻ വേണ്ടി നോക്കുക. ഓക്കെ, ആദ്യം നിങ്ങൾ സ്വരം പാടി നോക്കണം കേട്ടോ. അതാണ് നമ്മുടെ ശബ്ദം ബേസിലേക്ക് കൊണ്ടുവരുന്നത്. ഓക്കെ, അത് നിങ്ങൾ പാടി നോക്കൂ. എന്നിട്ട് നിങ്ങളൊന്ന് അഭിപ്രായം പറയൂ, എങ്ങനെയാണ് അത് നിങ്ങൾക്ക് എഫക്റ്റീവ് ആവുന്നുണ്ടോ, പാടാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ പറയൂ. എന്നിട്ട് നമുക്ക് അടുത്ത ഒരു ഈ ഒരു ടെക്നിക്ക് എന്തായാലും നിങ്ങൾക്ക് വിജയിക്കും. കാരണം നിങ്ങൾ ഇത്രയും ബേസിലേക്ക് നിങ്ങളെ വോയിസിൽ വരുമ്പോൾ ഒരുവിധം ബേസായിട്ടുള്ള പാട്ടുകളൊക്കെ പാടാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇനി അത് കിട്ടുന്നില്ല, ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യൂ. ഞാൻ വേറൊരു രീതിയിൽ പറഞ്ഞുതരാം നിങ്ങൾക്ക്, കുറച്ച് മാറ്റി വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ വേറെ രീതിയിൽ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ. ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾ. ഓക്കെ, ബേസ് പാടുക എന്നുള്ളത് ഇച്ചിരി ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് എല്ലാവർക്കും എന്ന് എനിക്കറിയാം. നമുക്കെല്ലാവർക്കും, നിങ്ങൾക്ക് മാത്രമല്ല എല്ലാവർക്കും തന്നെ ബേസ് പാടുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും. നമ്മളെ ശബ്ദം അങ്ങ് ഹാർഡായിട്ട് പോകും. അപ്പം അത് സാരമില്ല, നമുക്ക് ചെയ്ത് നോക്കാം. ചെയ്ത് നോക്കിയിട്ടാണ് നമ്മൾ പഠിക്കുക. ഓക്കെ, ആദ്യം തന്നെ നമ്മൾ പറ്റില്ല എന്ന് പറഞ്ഞ് തിരിഞ്ഞു പോകരുത്. നമ്മൾ ചെയ്ത് നോക്കുന്നതിനനുസരിച്ചിട്ട് നമുക്ക് നല്ല ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവും. ഓക്കെ, ഇപ്പോൾ പാടി നോക്കിയേ. ഇത് കൂടെ പ്രാക്ടീസ് ചെയ്ത് നോക്കണേ. സാ സാ നീ സാ സാ നീ ധ സാ സാ നീ ധ പ സാ സാ നീ ധ പ
മാ മാസാ. അപ്പം ആ മായൊക്കെ എത്ര ബേസിലെത്തി നോക്കിക്കേ. അപ്പം അതുവരെ നമ്മൾ വോയിസ് നന്നായിട്ട് താഴോട്ട് നമ്മൾ കൊണ്ടുപോകണം. ഓക്കെ, അപ്പം ആദ്യം മുതലേ നമ്മളിങ്ങനെ പാടി 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 ആ ഒരു ലെവലിലേക്ക് എത്തുകയാണ് വേണ്ടത് കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറ്റും. നിങ്ങളൊന്ന് നന്നായി ശ്രമിച്ചു നോക്കിയാൽ മതി കേട്ടോ. ഒരു പ്രാവശ്യമോ 2 പ്രാവശ്യമോ 3 പ്രാവശ്യമോ ഒന്നും ശ്രമിച്ചാൽ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. ഇതിങ്ങനെ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾക്കത് കിട്ടും തീർച്ചയായിട്ടും. നിങ്ങൾ എൻ്റെ കൂടെ തന്നെ പാടിയിട്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഹൈ പിച്ച്, ലോ പിച്ച് ഒക്കെ എങ്ങനെയാണ് പാടി പ്രാക്ടീസ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായല്ലോ. കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനിയും ഒരുപാട് നല്ല വീഡിയോസ് നമ്മൾ ഇടുന്നതായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ എല്ലാം തന്നെ മുടങ്ങാതെ കാണുക. നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങളെ കമൻറ്റൊക്കെ ഞാൻ കാണുന്നുണ്ട്, വായിക്കുന്നുണ്ട്. മാക്സിമം ഞാൻ അതിന് മറുപടി തരാൻ നോക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സന്തോഷം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.